വ്യവസായി ഡോക്ടർ CJ റോയിയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ല എന്ന അതിപ്രധാനമായ കണ്ടെത്തലിലേക്ക് എത്തുകയാണ്. റോയിയെ സമ്മർദ്ദത്തിലാക്കിയതിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം SITയുടെ നിലപാട്. ജീവനൊടുക്കിയ ദിവസം റോയിയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നില്ല എന്നും സ്ഥിരീകരിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ആദായ നികുതി വകുപ്പിനെ ആകെ പ്രതിസന്ധിയിലാക്കിയ, പ്രതിക്കൂട്ടിലാക്കിയ ആത്മഹത്യയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്കാർക്കും പങ്കില്ല എന്ന പരിപൂർണമായ നിഗമനത്തിലേക്കാണോ അന്വേഷണത്തിന്റെ ആ ഫയൽ ക്ലോസ് ചെയ്യുകയാണോ? തീർച്ചയായിട്ടും SIT ഇപ്പോൾ അങ്ങനെയുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ അന്ന് ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നും അത്തരത്തിൽ വാക്കേറ്റം അല്ലെങ്കിൽ വാഗ്വാദമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം അന്ന് തന്നെ SIT പറഞ്ഞിരുന്നു. ഏതായാലും ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്നല്ല CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. ഈ ഭാഗത്തുനിന്ന് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് യാതൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TJ ജോസഫ് കൂടി നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും മറ്റെന്താണ് കാരണം എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ. റോയിയെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. ബംഗളൂരുവിലെ തന്നെ ജയനഗറിലെ ഒരു ക്ലിനിക്കിൽ അദ്ദേഹം ഡോക്ടറെ, അതായത് മനോരോഗ വിദഗ്ധനെ കൺസൾട്ട് ചെയ്തതായിട്ടുള്ള വിവരമൊക്കെ ലഭിച്ചിരുന്നു. ഈ ഡോക്ടറുടെ മൊഴിയൊക്കെ നേരത്തെ എടുക്കുകയും ചെയ്താണ് SIT. ഏതായാലും റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കാനാണ് തീരുമാനം. ഇതിനായി ഒരു സ്വകാര്യ ഓഡിറ്ററെ നിയോഗിച്ചതായിട്ടും വിവരമുണ്ട്. ഏതായാലും ആദായ നികുതി വകുപ്പിന് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുകയാണ് കർണാടക പോലീസിന്റെ SIT. ആ ഒരു സമ്മർദ്ദത്തെ തുടർന്നല്ല ആത്മഹത്യ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ കർണാടക പോലീസിലെ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.